സൂപ്പർ. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോഴേ ഇന്ന് നമ്മളൊരു ലോങ് വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ്. കണ്ടോ, കയ്യിൽ വാഴയിലൊക്കെ ഉണ്ട്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് കത്തിക്കാണുന്നത് നമ്മുടെ പരിപാടി എന്തായിരിക്കുമെന്ന്. അപ്പോൾ നമ്മൾ ഒരു പൊതിച്ചോറ് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ട കറികളൊക്കെ നമുക്ക് ഉണ്ടാക്കണം. എന്തൊക്കെ പൊതിച്ചോറിലുണ്ടാകുമെന്ന് നമുക്ക് കണ്ടറിയാം അല്ലേ. അപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ളൊരു പൊതിച്ചോറ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കമോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലോങ് വീഡിയോ പൊതിച്ചോറാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, കമൻറ്റ് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ചെയ്യണം, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പൊതിച്ചോറ് ഉണ്ടാക്കാൻ പോയാലോ. നമ്മൾ വീട്ടിൽ വാഴയില്ല, അതുകൊണ്ട് നമ്മൾ അടുത്ത വീട്ടിൽ അരിയുടെ വീട്ടിൽ പോയി വാഴയിലേക്ക് വെട്ടിയെടുത്തു. അത്യാവശ്യം കുറച്ച് വാഴയിലേക്ക് വെട്ടിയെടുത്ത് നമ്മൾ കുട്ടീസിൻ്റെ അടുത്ത് പ്രോമിസ് ചെയ്തു നമ്മൾ പൊതിച്ചോറൊക്കെ ഉണ്ടാക്കി വെച്ചേക്കാമെന്ന്. അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ പൊതിച്ചോറ് ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. അപ്പം ഇനി കറികളൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഉണ്ടാക്കാം അല്ലേ. നമ്മളെ ചോറ് ഏകദേശം റെഡിയാവാറായി. അയ്യോ, ചോറിൽ വെള്ളമില്ല, നമുക്ക് വെള്ളം വീത്തി കൊടുക്കാം. അങ്ങനെ നമ്മൾ ചോറിലേക്ക് വെള്ളമൊക്കെ വീത്തി കൊടുത്തു. അരി വെന്തിട്ടില്ല, അപ്പോൾ അത് നന്നായിട്ട് വേവട്ടെ. ഫസ്റ്റ് നമ്മുടെ കീര നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ വിശ്വസിച്ച് ഒന്നും കഴിക്കാൻ പറ്റത്തില്ല, മരുന്നൊക്കെ അടിച്ച് വന്നതാണ്. നല്ല വൃത്തിയായി കഴുകി എടുക്കുക. ഞാൻ ഫസ്റ്റ് ഇങ്ങനെ അധികം കട്ടി വരാത്ത തണ്ടും ഇലയും കഴുകിയെടുത്തു. തണ്ട് ഞാൻ സെപ്പറേറ്റ് മാറ്റിയിട്ടുണ്ട്. അതിന് നന്നായിട്ട് കഴുകിയിട്ട് കുഞ്ഞു കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പോൾ അത് ചെയ്യാം. നമുക്ക് ചീര അരിഞ്ഞെടുക്കാം. എനിക്ക് എപ്പോഴും ഇങ്ങനെ അരിയ എളുപ്പം ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് അരിയുന്നതാണ്. നമ്മളിങ്ങനെ കട്ടിംഗ് ബോർഡിലൊക്കെ വെച്ച് കട്ട് ചെയ്യണേക്കാളും നമുക്കിങ്ങനെ കയ്യിൽ വെച്ച് ഇങ്ങനെ കുഞ്ഞു അരിയ ഒരു പ്രത്യേക ഇഷ്ടമാണ്. എനിക്ക് അതാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് അങ്ങനെയാണ് ചെയ്യാം. ഇതിങ്ങനെ കത്തി വെച്ചിട്ട് ഇങ്ങനെ എടുക്കാം. ഞാൻ തണ്ട് സെപ്പറേറ്റ് മാറ്റിയിട്ടുണ്ട്. ഇല മാത്രമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. എല്ലാവർക്കും അറിയാം, എനിക്കറിയാം, എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. അന്ന് നമ്മൾ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് മൊത്തം നമുക്ക് കട്ട് ചെയ്തെടുക്കാവേ. ഇന്ന് കുട്ടീസൊന്നുമില്ല, മൺഡേ അല്ലേ. അപ്പം കുട്ടീസൊക്കെ സ്കൂളിൽ പോയി, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒറ്റയ്ക്കാണ് നമ്മളെ പരിപാടിയെല്ലാം. അപ്പോൾ അതിൻ്റേതായ കുറച്ച് റിസ്ക് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം കേട്ടോ. നമ്മൾ ഒറ്റയ്ക്കൊക്കെ എടുക്കുമ്പോഴേ കുറേ പരിമിതികൾ നമുക്കുണ്ട്. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ 10K ആവാറായി. അതിൻ്റെ ഒരു വലിയ സന്തോഷം ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുകയാണ് കേട്ടോ. നമ്മൾ അടുക്കളയെ നല്ല സ്പേസ് കുറവാണ്. അടുക്കള എന്ന് വെച്ചാൽ നമ്മളെ വീട് പണി തീരാത്തൊരു വീടാണ്, പൂശിയിട്ടൊന്നുമില്ല. അങ്ങനത്തെ ഒരു വീടാണ്. അത്യാവശ്യം ഒരാൾക്ക് കഷ്ടിച്ച് നിന്ന് തിരിയാൻ പാകത്തിന് വലിയ സ്പേസ് ഒന്നും ഇല്ലാത്തൊരു കുഞ്ഞടുക്കളയാണ്. നമുക്ക് ഉള്ളത് കൊണ്ട് ഓണം പോലെയല്ലേ. നമുക്ക് ചെറുതാണെങ്കിലും നമ്മുടെ വീട് സ്വർഗ്ഗമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു വീടാണ്. അപ്പോൾ കുറച്ച് പരിമിതികളൊക്കെ ഉണ്ട് നമുക്ക്. ഓക്കെ, അതൊക്കെ എല്ലാം മാറും. നമ്മളങ്ങനെ വിശ്വസിച്ച് നീങ്ങുകയാണ്. അതെ, നമ്മൾ കീര മൊത്തം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിനി സാധാ നമ്മൾ തോരൻ വെക്കുന്നത് പോലെ കടുവ്, അതായത് എണ്ണ വീത്തി ചൂടാക്കി കടു പൊട്ടിച്ച് അതിൽ നമ്മളെ ചെറിയുള്ളിട്ട് മൂപ്പിച്ചിട്ട് നമ്മൾ കീര ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മളെ മസാല അരപ്പില്ലേ, തേങ്ങയും ജീരകവും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ട് അതിട്ട് കൊടുക്കുക. മുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. എന്നിട്ട് ചിക്കി എടുത്ത് കഴിഞ്ഞാൽ നമ്മളെ തോരൻ റെഡി. നമ്മളെ ചീരത്തോര റെഡിയായി. അരി വെന്തിട്ടുണ്ട്. നമുക്കിനി മീനൊന്ന് പുറത്തുകൊണ്ട് കട്ട് ചെയ്തിട്ട് വേണം. ഓക്കെ, എല്ലൊക്കെ കളഞ്ഞ് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. സൈഡൊക്കെ കളഞ്ഞ് എടുക്കാം. തലയൊക്കെ കട്ട് ചെയ്ത് മീനിൻ്റെ പേരറിയാന്നുള്ളൊരു കമൻറ്റ് ചെയ്യണേ. മീൻ നമ്മൾ അടിപൊളിയായിട്ട് വൃത്തിയാക്കി കട്ട് ചെയ്ത് വേസ്റ്റൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് പൊരിക്കാം, കുറച്ച് കറി വെക്കാം. നമ്മൾ ഫ്രൈക്ക് വേണ്ടിയുള്ള മസാല റെഡിയാക്കി. ഇതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി ഇത്രയും ചതച്ചത് ഉണ്ട്. ഇത് മീനിലേക്ക് നമുക്കിനി നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോഴേക്കും അത് ഓട്ടോമാറ്റിക്കലി ആവും. വേണമെങ്കിൽ ഇച്ചിരി വെള്ളം കൂടെ തിളച്ച് കൊടുക്കുക. എല്ലാവർക്കും അറിയാം.
നമ്മളിങ്ങനെയാണ് മീൻ ഫ്രൈ ചെയ്യുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് നന്നായിട്ട് മീനിൽ തിരുമ്മി ചേർത്ത് കുറേ സമയം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. നമ്മൾ മീൻ ഇതേ തലയൊക്കെ എടുത്തിട്ടുണ്ട്. തലയുടെ ഈ സാധനമൊന്നും നമ്മൾ കളയാറില്ല, നമുക്കതൊക്കെ ഭയങ്കര ഇഷ്ടം. മസാല മീനുമായിട്ട് മിക്സായി. ഇനി കുറച്ച് സമയം ഇരുന്നതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അയലക്കറി എങ്ങനെയാണ് വെക്കണമെന്ന് ചോദിച്ചാൽ, ട്രിവാൻഡ്രം സ്റ്റൈലിൽ എങ്ങനെയാണ് വെക്കണമെന്ന് ചോദിച്ചാൽ, കുറേ പേര് കുറേ രീതിയിൽ, ഓരോ വീട്ടിലും ഓരോ രീതിയിൽ, അങ്ങനെ പ്രത്യേകിച്ച് സ്റ്റൈലൊന്നുമില്ല. അപ്പോൾ ഞാൻ എങ്ങനെ വെക്കണമെന്ന് ചോദിച്ചാൽ എൻ്റെ മാമിയുടെ സ്റ്റൈലാണ്. എൻ്റെ മാമി ഒരു സൂപ്പർ കുക്കാണ്. അപ്പോൾ മാമിയുടെ സ്റ്റൈലാണ് ഞാനും മീൻകറി വെക്കുന്നത്. ഇവിടെ എല്ലാവർക്കും എൻ്റെ മീൻകറി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ ഉലുവ പൊട്ടിക്കും. എന്നിട്ട് നമ്മൾ ചെറിയ ഉള്ളി അതിലിട്ട് വഴട്ടും. എന്നിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും അതിലിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കും. അത് കഴിഞ്ഞിട്ട് അതിൽ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ തേങ്ങയും കുറച്ച് പുളിയായിട്ട് മിക്സിയിൽ അരച്ചെടുക്കുമ്പോഴേക്കും നമ്മൾ അരപ്പ് റെഡി. പിന്നെ കഴുകി വെച്ച മീനിലേക്ക് തക്കാളിയും പച്ചമുളകും അരിഞ്ഞിട്ട് നമ്മൾ അരച്ച് വെച്ച് അരപ്പും വീത്തി ഉപ്പും ഇട്ട് കറി വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ മീൻകറി റെഡി. അപ്പോൾ അത്രയേ ഉള്ളൂ. അതാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാവേ. ലോങ് ആയിപ്പോ അല്ലെങ്കിൽ. ന്യൂസ് പേപ്പർ പൊതിച്ച് നമുക്ക് പൊതിച്ചോറ് പൊതിയ പേപ്പറിലായിരുന്നു. അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ ആൻറ്റി തരാമെന്ന് പറഞ്ഞു. നമുക്ക് മേടിക്കാം. എറി ആൻറ്റി, കുഴപ്പമില്ല, എറി ഇങ്ങനെ വീഴ്, കുഴപ്പമില്ല, എറി. താങ്ക് യു. പിന്നെ മീൻകറിയും അടുപ്പിലായി. ഇനി അത് കുക്കാവട്ടെ. ഇനി അടുത്ത് നമുക്ക് എന്തുണ്ടാക്കാം? ചമ്മന്തി ഇല്ലാതെ എന്ത് പൊതിച്ചോറല്ലേ? ചമ്മന്തി ഉണ്ടാക്കാം. കമോൺ. അമ്മിക്കല്ലിൽ അരയ്ക്കാനൊന്നും വയ്യ, അതുകൊണ്ട് നമുക്ക് മിക്സിയിൽ തന്നെ ഉണ്ടാക്കാം. അമ്മിക്കല്ലിൽ അരച്ച് നമുക്ക് വേറൊരു രസം ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് മിക്സിയിൽ അരച്ച് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം. ചമ്മന്തി റെഡിയായി. ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ചമ്മന്തിയുടെ റെസിപ്പി എല്ലാവർക്കും അറിയാമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. എന്നാലും ഒന്ന് പറയാം അല്ലേ. തേങ്ങയുണ്ട്, മുളക് പൊടി, പിന്നെ ചെറിയ ഉള്ളി, ഉപ്പ്, ഇച്ചിരി പുളി, പിന്നെ ഒരു ചെറിയ കഷ്ണം പച്ചമുളക്. ഇത്രയും കൂട്ടിയാണ് നമ്മൾ ചമ്മന്തി ഉണ്ടാക്കിയിരിക്കുന്നത്. അടിപൊളി. അപ്പം ചമ്മന്തി റെഡി. നമ്മൾ അയലക്കറി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ രസം റെഡി. നമ്മൾ മീൻ ഫ്രൈ ആവാറായി. ഇതേ മുട്ട പൊരിക്കാൻ വേണ്ടി എല്ലാ പരിപാടിയും ചെയ്ത് ഉള്ളിയും പച്ചമുളകും ഉപ്പൊക്കെ ഇട്ട് നമ്മൾ കലക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതോടെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ പൊതിച്ചോറിൻ്റെ പരിപാടി കംപ്ലീറ്റ് ആയി നമുക്ക് പൊതി കിട്ടാം. അങ്ങനെ കുറേ നേരത്തെ അധ്വാനത്തിന് ശേഷം നമ്മൾ ഐറ്റംസ് ഒക്കെ റെഡിയായി. ഇനി നമുക്കിത് പൊതിച്ചോറാക്കണം. നമുക്കേ ഒരു സംഭവം മാത്രം കിട്ടിയില്ല, അച്ചാറില്ലാത്തതിനൊരു സങ്കടമുണ്ട്. അപ്പോൾ ഇല്ല, ഉള്ളത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പൊതിഞ്ഞു തുടങ്ങിയാലോ. നമ്മൾ വാഴയില വെച്ചു. ഇനി നമുക്ക് ചോറിട്ട് കൊടുക്കാം. ആവശ്യ ബോള് ചമ്മന്തി, പിന്നെ മുട്ട പൊരിച്ചത്, ഒരു ഫിഷ് ഫ്രൈ, ഇനി തോരൻ. ഇത് പൊതിയാം. അങ്ങനെ ഇലയും പൊതിഞ്ഞെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പൊതിയാം. ഫുൾ കവർ ആവണമെന്നേ ഉള്ളൂ. നമ്മളെങ്ങനെയൊക്കെയോ പൊതിഞ്ഞെടുക്കുകയാണ്. നമ്മുടെ പൊതിച്ചോറ് റെഡി. അപ്പോൾ നമുക്ക് ബാക്കിയൂടെ തയ്യാറാക്കി എടുക്കാമല്ലോ കേട്ടോ. അങ്ങനെ നമ്മുടെ പൊതിച്ചോറ് പരിപാടി റെഡി. നമ്മുടെ രസവും മീൻകറിയും സെപ്പറേറ്റാണ്, നമ്മൾ പൊതിച്ചോറിലില്ല. സെപ്പറേറ്റ് നമ്മൾ കഴിക്കാൻ നേരത്ത് കൂട്ടി കഴിക്കാം. അപ്പോൾ ഇതേ പൊതിച്ചോറ് റെഡി ആയിട്ടുണ്ട്. കഴിച്ചതിന് ഞാൻ കഴിച്ചു. കൊള്ളാം, സൂപ്പർ. ഞാൻ കഴിച്ചില്ല. കഴിച്ചാ കൊള്ളാവോ? രസമൊക്കെ എങ്ങനെയുണ്ട്? സൂപ്പർ. ഇതാണ് എൻ്റെ പേര് എഴുതിയ പൊതിച്ചോറ്. അപ്പം ഞാൻ ഇത് കഴിച്ച് ഹാപ്പി ആയിട്ടിരിക്കാൻ പോകണം. അപ്പം നിങ്ങളും പൊതിച്ചോറൊക്കെ ഉണ്ടാക്കി കഴിച്ച് ഹാപ്പി ആയിട്ടിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ടാറ്റ, ബൈ ബൈ, സീ യു.